പൃഥ്വിരാജും ബേസിൽ ജോസഫും നായകന്മാരായി എത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന മൂവി കണ്ട് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. സോ എന്തായാലും മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സിനിമ റിവ്യൂസും അതുപോലെ തന്നെ ബിഗ് ബോസ് റിവ്യൂസും എല്ലാം നമ്മൾ ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. എന്തായാലും വിപിൻ ദാസ് ഡയറക്ട് ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങി. സിനിമ കാണാൻ പോയപ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അതായത് ഇതൊരു കോമഡി പടമാണ്, അല്ലെങ്കിൽ കോമഡിക്കാണ് ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറഞ്ഞു തന്നെയാണ് പോയത്. എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഇനിയിപ്പോൾ ഈ കോമഡി ദഹിക്കാതെ വരുമോ, അല്ലെങ്കിൽ ചിരിക്കാൻ മീൻസ് ചിരി വരാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടൊക്കെ ആയിരുന്നു. സോ എന്തായാലും നമ്മുടെ ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് ഡയറക്ട് ചെയ്യുന്ന ഈ ഒരു സിനിമ ഫസ്റ്റ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എനിക്ക് സിനിമ പരിപൂർണമായിട്ടും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് വേറൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫും അടിപൊളിയാണ്, പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ സിനിമയിൽ എടുത്തു പറയേണ്ടത്, അതായത് നമ്മുടെ ആനന്ദൻ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ അളിയനായിട്ട് വന്നിട്ടുള്ള വിനു ആണ്. സോ സിനിമയുടെ ഫുൾ പ്ലോട്ടിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് തരാം. അവരെല്ലാം നമുക്ക് ട്രെയിലറിലും കാര്യങ്ങളിലൊക്കെ കണ്ടുപോലെ ഇവർ രണ്ടുപേരും അളിയന്മാരാണ്. സോ അതിലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ റിവീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ട് ഈ ഒരു സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും, പൃഥ്വിരാജും അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ബേസിൽ ജോസഫ് പൃഥ്വിരാജിന്റെ അനിയത്തിയായിട്ട് അനശ്വര രാജനും ഭാര്യയായിട്ട് നിഖില വിമലും ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേരുടെ റോളും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വരുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണ്. അതിലും പൃഥ്വിരാജ് എന്ന് പറയുന്ന നായകനിൽ നമ്മൾ ഇങ്ങനത്തെ മീൻസ് ഈ ഒരു കോമഡി എലമെന്റിൽ വേറൊരു വൈബ് എനിക്ക് ഞാൻ സത്യം പറയാൻ എനിക്ക് ആ ടീസർ അല്ലെ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് അങ്ങനെ ഒരു കണക്ഷൻ തോന്നിയില്ലെങ്കിലും എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിൽ ആ ഒരു കോമഡി നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് വർക്കായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ ഒരു വേറെ രീതിയിൽ പോകുന്ന ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒക്കെ ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു വലിയ ഓവർ അങ്ങനെ ഭയങ്കര മാരകം എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു കോമഡി എലമെന്റ്സും ഒരു ഡബിൾ മീനിങ് കോമഡിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറച്ചുകൊണ്ടുള്ള തീരെ ഇല്ലാന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും വളരെ കുറച്ചുകൊണ്ടുള്ള ഒരു പടം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാനൊക്കെ പറ്റും. ഇതിനകത്ത് യോഗി ബാബു ഒരു ഒരു റോള് ചെയ്യുന്നുണ്ട്. വലിയൊരു റോൾ എന്നല്ല, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ യോഗി ബാബു ചെയ്യുന്നുണ്ട്. സോ ഇത് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു കല്യാണം തന്നെയാണ് കേട്ടോ. കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അനശ്വരയുടെ അച്ഛനായിട്ട് നമ്മുടെ ജഗദീഷ് ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു റോള് എന്ന് വെച്ചാൽ അവർ എത്രയാണുള്ളത് ആ ഒരു റോള് പക്കയായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഓവർ വലിയൊരു മാരക റോളൊന്നും അല്ലെങ്കിൽ വലിയ ഇമോഷണൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നിഖില പൃഥ്വിരാജിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിഖില, അവരുടെ ക്യാരക്ടറും കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡെപ്തുള്ള ക്യാരക്ടറാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ഈ സിനിമയിലുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി. മീൻസ് ആ ഒരു എലമെന്റിൽ കുറച്ചും കൂടി. പിന്നെ ഈ സിനിമ കംപ്ലീറ്റ്ലി പോകുന്നത് ഇവരുടെ ഒരു പാറ്റേണിലാണല്ലോ. ഇപ്പം ബേസിൽ ജോസഫിന്റെ ആണെങ്കിൽ പൃഥ്വിരാജിന്റെ ആ ഒരു പാറ്റേൺ ആയതുകൊണ്ടായിരിക്കാം അധികമായിട്ട് അങ്ങനെ ആ ഒരു എലമെന്റ് ഇതിനകത്ത് വരാത്തത്. പക്ഷെ എന്നാലും ഓവറോൾ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ഞാൻ ചോദിച്ച കുറച്ച് പേർക്ക് മീൻസ് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് പേർക്കൊക്കെ എന്തോ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. അത് ഈവൻ എനിക്ക് ചിലപ്പം അവർക്ക് ആ ഒരു ക്ലൈമാക്സ് ആ ഒരു രീതിയിൽ എടുത്തപ്പം കണക്ട് ആവാത്തതാണോ എന്താണെന്ന് അറിയില്ല. കുറച്ച് പേർ, ബാക്കിയുള്ളവർക്കൊക്കെ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. സോ എന്തായാലും നിങ്ങൾ സിനിമ പോയി കാണാൻ. ഇപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായി, അപ്പോഴത്തേനും നിങ്ങൾ കുട്ടികളൊക്കെ ആയി പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. ഒന്നും പറയാനില്ല, മീൻസ് എൻജോയ് ചെയ്യാൻ പറ്റും തന്നെയാണ് എനിക്കൊരു വിശ്വാസമുള്ളത്. കുറേ എലമെന്റ് ഉണ്ട്, ചിരിക്കാനുള്ള കുറേ അധികം എലമെന്റുകൾ ഈ ഒരു സിനിമയിലുണ്ട്. സിനിമയിൽ പിന്നെ യൂസ് ചെയ്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ സ്ക്രീൻ വെച്ചിട്ട് ദൂരെയുള്ള രണ്ടുപേരെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കളർ തീമും കാര്യങ്ങളൊക്കെ വെച്ച് നൈസായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ ഒരു സംഭവങ്ങൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ പിന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ സിനിമ അടിപൊളിയാണ്. എന്നിലേസ് പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗൈസ്.